നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മാർച്ച് 21 വെള്ളി. സുസ്ഥിര കാർഷിക വികസനത്തിൽ കേരളം മുന്നിൽ. രാജ്യത്താകെ മണ്ണും ജലവും മലീമസമാകുന്നു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മണ്ണിൻ്റെ ജൈവഘടന അപകടകരമായ നിലയിൽ. പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഭൂഗർഭജലത്തിൻ്റെ അമിത ചൂഷണം. കർണാടകയിൽ വൈദ്യുതി നിരക്ക് കൂട്ടി. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ വൈദ്യുതി നിരക്ക് ഗണ്യമായി വർദ്ധിപ്പിച്ചു. യൂണിറ്റിന് 36 പൈസയാണ് ഏപ്രിൽ 1 മുതൽ സർചാർജായി ഈടാക്കുക. ബംഗളൂരു മെട്രോയുടെയും കർണാടക സ്റ്റേറ്റ് RTCയുടെയും BMTCയുടെയും നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണിത്. വൈദ്യുതി ജീവനക്കാരുടെ പെൻഷനും ഗ്രാറ്റുവിറ്റിക്കും സർക്കാർ നൽകാനുള്ള തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ ഊർജ്ജ വിതരണ കമ്പനികൾക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് നടപടി. 200 യൂണിറ്റിലേറെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ നിരക്ക് വർധന ബാധകമാകൂ എന്നും സാധാരണക്കാരെ ബാധിക്കില്ല എന്നും മന്ത്രി ശരൺ പ്രകാശ് ന്യായീകരിച്ചു. ജീവനക്കാരുടെ DAയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും വർദ്ധിപ്പിച്ചു. 12% നിന്ന് 15%. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 12 നിന്ന് 15% വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മുതൽ വർധന നടപ്പാകും. പാർലമെന്റിൽ തൊഴിലാളി അവഹേളനം. CITU പ്രതിഷേധിച്ചു. കേരളത്തിലെ തൊഴിലാളികളെക്കുറിച്ച് പാർലമെന്റിൽ അവഹേളന പരാമർശം നടത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഹെഡ്ലോഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വർധന. മന്ത്രി വീണ ജോർജിനെ കാണാൻ വിസമ്മതിച്ച് JP നദ്ദ. അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2 നിവേദനങ്ങൾ നൽകി. ലക്ഷ്യം പാളി. അടിയന്തര പ്രമേയ നോട്ടീസ് പുറത്തായത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക്. അങ്കണവാടി വർക്കർക്ക് കേന്ദ്രം നൽകുന്നത് 2700 രൂപ മാത്രം. അങ്കണവാടി ജീവനക്കാരുടേതായി ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതാണെന്ന് മന്ത്രി P. രാജീവ് അടിയന്തര പ്രമേയത്തിന് മറുപടിയായി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഓണറേറിയം 4500 രൂപയാണ്. അതിൽ കേന്ദ്ര വിഹിതം 60%, സംസ്ഥാന വിഹിതം 40%. ഓണറേറിയമായി അങ്കണവാടി വർക്കർക്ക് കേന്ദ്രം നൽകുന്നത് 2700 രൂപ മാത്രം ആണ്. എന്നാൽ കേരളം 10 വർഷത്തിൽ താഴെ സേവന കാലാവധിയുള്ളവർക്ക് 12500 രൂപയും അതിൽ കൂടുതലുള്ളവർക്ക് 13000 രൂപയും നൽകുന്നു. ഹെൽപ്പർമാർക്ക് കേന്ദ്രത്തിൻ്റെ ഓണറേറിയം 2250 രൂപയാണ്. അതിൽ 900 രൂപ സംസ്ഥാനം വഹിക്കുന്നു. 10 വർഷത്തിൽ താഴെയുള്ളവർക്ക് 8500 രൂപയും അതിനു മുകളിലുള്ളവർക്ക് 9000 രൂപയും നൽകുന്നു. മറ്റു തരത്തിലുള്ള ഇൻസെന്റീവുകൾക്ക് പുറമെയാണിത്. ഇപ്പോൾ നൽകുന്ന തുകയുടെ 80% വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു. ദേശാഭിമാനി എഡിറ്റോറിയൽ. നാഗ്പൂർ കലാപവും സംഘപരിവാർ അജണ്ട. അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ വിദ്വേഷ വ്യാജ പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്നത് സംഘപരിവാറിൻ്റെ മുഖമുദ്രയാണ്. ഓരോ സംസ്ഥാനത്തും ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങളെ അപരന്മാരാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. BJP സർക്കാരിൻ്റെ സർവ്വവിധ ഒത്താശയോടുകൂടിയാണ് രാജ്യത്ത് പല ഭാഗത്തും കലാപവും അട്ടിമറി പ്രവർത്തനങ്ങളും നടത്തുന്നത്. ചരിത്ര വസ്തുതകളെ മറച്ചുവെച്ച് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും BJP മുഖ്യമന്ത്രിമാരും തുടർച്ചയായി നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വർഗീയ സംഘർഷങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ബംഗളൂരു IT മേഖല പ്രതിസന്ധിയിലെന്ന്. 2024 ജോലി നഷ്ടമായത് 5000 പേർക്ക്. കൂട്ടപ്പിരിച്ചുവിടൽ വ്യാപകമാകും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ബംഗളൂരു IT മേഖലയിൽ കടുത്ത തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും വരും ആഴ്ചകളിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടക്കുമെന്നും റിപ്പോർട്ട്. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ചെറിയ കാര്യമല്ല. മറ്റെല്ലാ സൗഭാഗ്യങ്ങളും അരികെയുണ്ടായാലും സന്തോഷമില്ലെങ്കിൽ അവയെല്ലാം അർത്ഥശൂന്യമത്രേ. സന്തോഷത്തെ കണ്ടെടുക്കാൻ, സന്തോഷത്തെ നിർമ്മിക്കാനുള്ള പണിപ്പുരയിലാണ് ലോകരാഷ്ട്രങ്ങൾ. വലിയ സന്നാഹങ്ങളും സമ്പത്തും അധികാരവുമില്ല അതിൽ നിർണായകമാവുക. സമീപനമാണ് പ്രധാനം.
രാജ്യത്തിൻ്റെ മാത്രമല്ല നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ കണ്ടെടുക്കാനും അതാണ് വഴി. ചുറ്റിലുമുള്ള കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷിക്കാനാവും. കുഞ്ഞുങ്ങൾ അതുകൊണ്ടാണ് സന്തോഷമുള്ള ജനതയാകുന്നത്. പാതിവില തട്ടിപ്പ്, പണം നൽകി പരാതി ഒതുക്കി. സ്വന്തം ലേഖകൻ. പാതിവില തട്ടിപ്പിൽ പിടിവീഴുമെന്നായതോടെ പണം നൽകി പരാതി ഒതുക്കി BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ.